ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ LDC എക്സാമിനോടും അതുപോലെ LGS എക്സാമിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കർണാടകയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി ഏത്? ഏതാണ്? ശക്തിയാണ്. കർണാടകയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി ഏതാണ്? ശക്തി. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ത്രിദിന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദി ഏതാണ്? വർക്കല ഇടവ ബീച്ചാണ്. വർക്കല ഇടവ ബീച്ചിലാണ് ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ത്രിദിന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ വേദി. ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ ഏതാണ്? ആടുജീവിതം. ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമയാണ് ആടുജീവിതം. സർക്കാർ പരിപാടികൾക്ക് ചുവന്ന പരവതാനി നിരോധിച്ച രാജ്യം ഏത്? സർക്കാർ പരിപാടികളില് ചുവന്ന പരവതാനി നിരോധിച്ച രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ. കേന്ദ്ര ലളിതകല അക്കാദമി ചെയർമാൻ ആരാണ്? കേന്ദ്ര ലളിതകല അക്കാദമി ചെയർമാൻ വി നാഗ് ദാസ് ആണ്. വി നാഗ് ദാസ്. നെക്സ്റ്റ്, 2024 ഏപ്രിലിൽ അന്തരിച്ച പാലിയത്തു രവിയച്ചൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2024 ഏപ്രിലിൽ അന്തരിച്ച പാലിയത്തു രവിയച്ചൻ ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടത്. അപ്പോൾ ക്രിക്കറ്റ് എന്ന കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പാലിയത്ത് രവിയച്ചൻ. ഇന്ത്യയിൽ ആദ്യമായി അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്തർവാഹിനി ടൂറിസം എവിടെയാണ്? ഗുജറാത്ത്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് ഏതാണ്? കൊട്ടാരക്കര നഗരസഭയാണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് കൊട്ടാരക്കര. നെക്സ്റ്റ്, ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ. കുഫ്രി ഉദയ് ഏത് വിളയുടെ സങ്കരയിനമാണ്? കുഫ്രി ഉദയ് അത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങിന്റെ സങ്കരയിനമാണ് കുഫ്രി ഉദയ് ഉരുളക്കിഴങ്ങിന്റെ സങ്കരയിനമാണ്. നെക്സ്റ്റ്, അരുണാചൽ പ്രദേശിന്റെ 27ാമത് ജില്ല ഏതാണ്? അത് ബിച്ചോമാണ്. ബിച്ചോം. അരുണാചൽ പ്രദേശിന്റെ 27ാമത്തെ ജില്ലയാണ് ബിച്ചോം. നെക്സ്റ്റ്, നീതി ആയോഗിന്റെ പുതിയ CEO ആയി ചുമതലയേറ്റത് ആരാണ്? നീതി ആയോഗിന്റെ പുതിയ CEO അത് BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യം. രാജ്യത്തെ ആദ്യത്തെ അതിവേഗ തീവണ്ടി സർവീസായ റാപ്പിഡ് എക്സിന്റെ പുതിയ പേര്? രാജ്യത്തെ ആദ്യത്തെ അതിവേഗ തീവണ്ടിയാണ് ഏത്? റാപ്പിഡ് എക്സ്. അതിന്റെ പുതിയ പേരെന്താണ്? നമോ ഭാരതാണ്. നമോ ഭാരത്. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ്? കരവാരം പഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി പഞ്ചായത്താണ് ഏത്? കരവാരം പഞ്ചായത്ത്. 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണനാണ് 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ്. കൃതി ഏതാണ്? കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് ആന്റിബയോട്ടിക് ഹെൽത്ത് സെന്റർ ഏതാണ്? കേരളത്തിലെ ആദ്യ സ്മാർട്ട് ആന്റിബയോട്ടിക് ഹെൽത്ത് സെന്റർ ഏതാണ്? അത് കക്കോടി കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് ആന്റിബയോട്ടിക് ഹെൽത്ത് സെന്റർ എവിടെയാണ്? കക്കോടി കാസർഗോഡ്. 2025 കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഏതാണ്? ബ്രസീലാണ്. 2025 കാലാവസ്ഥ ഉച്ചകോടി വേദി ബ്രസീലാണ്. 2023 UAE ആണ്. 2023 UAE ആണ്. 2023 UAE ആണ്. 2024 വരുന്നത് അസർബൈജാൻ ആണ്. 2023 UAE ആണ്. 2024 അസർബൈജാൻ ആണ്. 2025 ബ്രസീലാണ്. കാലാവസ്ഥ ഉച്ചകോടി വേദികളാണ് 2023 UAE, 2024 അസർബൈജാൻ, 2025 ബ്രസീൽ. നെക്സ്റ്റ്, 2024 ബ്രിക്സ് ഉച്ചകോടി വേദി ഏതാണ്? റഷ്യയാണ്. അപ്പൊ റഷ്യയിൽ നടക്കുന്നത് 16ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയാണ്. അപ്പൊ 2024 നടക്കുന്നത് എത്രാമത്തേതാണ്? 16ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയാണ്. എവിടെയാണ് നടക്കുന്നത്? റഷ്യയിലാണ്. 2024 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി ഏതാണ്? പാരീസ് ആണ്. 2024 സമ്മർ ഒളിമ്പിക്സ് വേദി പാരീസ് ആണ്. അപ്പൊ പാരീസിൽ വെച്ചിട്ടാണ് 2024 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത്.
ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 20 കറണ്ട് അഫയേഴ്സ് ആണ്. എക്സാമിനോട് അനുബന്ധിച്ചിട്ടുള്ള 20 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.